കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഭരണ തുടർച്ചകൾ വിരളമാണെന്നിരിക്കെ ഇത്തവണ അധികാരം തിരിച്ചുപിടിക്കാമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് UDF നേതൃത്വം. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ നേടിയ മുന്നേറ്റവും വോട്ട് വിഹിതത്തിലെ വർധനവുമാണ് ഈ ശുഭപ്രതീക്ഷയ്ക്ക് ആധാരം. എന്നാൽ വിജയസാധ്യത വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും പാർട്ടിയിൽ സ്ഥാനാർത്ഥി മോഹികളുടെ എണ്ണവും വർദ്ധിക്കുന്നുണ്ട്. ഇത് കോൺഗ്രസ് നേതൃത്വത്തിന് ഒരുപോലെ ആവേശവും തലവേദനയും സൃഷ്ടിക്കുന്നുണ്ട്. നിലവിലെ ലോക്സഭാ അംഗങ്ങളിൽ പലരും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരാൻ താല്പര്യം പ്രകടിപ്പിച്ചതാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം. കെ സുധാകരൻ, അടൂർ പ്രകാശ് തുടങ്ങിയ കരുത്തരായ നേതാക്കൾ നിയമസഭയിലേക്ക് മത്സരിക്കാൻ തയ്യാറെടുക്കുന്നതായി സൂചനകളുണ്ട്. കണ്ണൂർ, കോന്നി തുടങ്ങിയ മണ്ഡലങ്ങളിൽ MP-മാർ തന്നെ മത്സരിച്ചാൽ വിജയം ഉറപ്പിക്കാമെന്നാണ് ഒരു വിഭാഗം വാദിക്കുന്നത്. എങ്കിലും ഇതിനെതിരെ പാർട്ടിക്കുള്ളിൽ ശക്തമായ എതിർപ്പും ഉയരുന്നുണ്ട്. മുതിർന്ന നേതാവ് കെ മുരളീധരൻ ഈ നീക്കത്തെ പരസ്യമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തി. MP-മാർ നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് അനാവശ്യമായ ഉപതെരഞ്ഞെടുപ്പുകൾക്ക് കാരണമാകുമെന്നും അത് പാർട്ടിക്കും ഖജനാവിനും ബാധ്യതയാകുമെന്നുമാണ് അദ്ദേഹത്തിന്റെ പക്ഷം. മുൻപ് താൻ MLA സ്ഥാനം രാജിവെച്ച് മത്സരിച്ചപ്പോൾ ഉണ്ടായ ഉപതെരഞ്ഞെടുപ്പുകളെ കുറിച്ചുള്ള കുറ്റബോധം പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത്. ബെന്നി ബെഹന്നാൻ, PJ കുര്യൻ തുടങ്ങിയവരും MP-മാരുടെ ഈ നീക്കത്തോടുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞു. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇത്തവണ വലിയ തർക്കങ്ങൾ ഉണ്ടാകില്ലെന്ന് കെ മുരളീധരൻ ഉറപ്പു നൽകുന്നുമുണ്ട്. പാർട്ടിയുടെ വിജയമാണ് പ്രധാനം. മികച്ച പ്രതിച്ഛായയുള്ള യുവാക്കൾക്കും വനിതകൾക്കും അനുഭവസമ്പന്നരായ നേതാക്കൾക്കും അർഹമായ പരിഗണന നൽകുന്ന ഒരു ബാലൻസിംഗ് ലിസ്റ്റായിരിക്കും കോൺഗ്രസ് അവതരിപ്പിക്കുക. നിലവിലെ MLA-മാർക്കെതിരെ ജനവികാരമില്ലെന്നും അതിനാൽ അവർക്ക് തന്നെ സീറ്റ് നൽകണമെന്നും ധാരണയുണ്ട്. MP-മാർ മത്സരിക്കണമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം AICC കൈക്കൊള്ളുമെന്ന് UDF കൺവീനർ വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിൽ 85 സീറ്റുകൾ ഉറപ്പായും നേടുമെന്നാണ് മുന്നണിയുടെ കണക്കുകൂട്ടൽ. ഓരോ ജില്ലയിലും പ്രതീക്ഷിക്കുന്ന കുറഞ്ഞ സീറ്റുകൾ ഇപ്രകാരമാണ്. മുസ്ലിം ലീഗിന്റെ കരുത്തിലും കോൺഗ്രസിന്റെ സ്വാധീനത്തിലും മലപ്പുറത്ത് 16 സീറ്റുകളും കോഴിക്കോട് 8 സീറ്റുകളും കണ്ണൂരിൽ 4 സീറ്റുകളും പാർട്ടി പ്രതീക്ഷിക്കുന്നുണ്ട്. കാസർഗോഡ് 3ഉം വയനാട് 3ഉം സീറ്റുകൾ ഉറപ്പാണെന്ന് UDF കരുതുന്നുമുണ്ട്. എറണാകുളം ജില്ലയിൽ 12 സീറ്റുകൾ നേടി കരുത്ത് തെളിയിക്കാൻ സാധിക്കുമെന്ന് മുന്നണി വിലയിരുത്തുന്നുമുണ്ട്. തൃശൂരിൽ 6ഉം ഇടുക്കിയിൽ 4ഉം കോട്ടയത്ത് 5ഉം സീറ്റുകളാണ് ലക്ഷ്യം. തിരുവനന്തപുരം നഗരസഭയിലെ BJP മുന്നേറ്റം ആശങ്കപ്പെടുത്തുന്നുണ്ടെങ്കിലും ജില്ലയിൽ 4 സീറ്റുകൾ നേടാനാകുമെന്ന് UDF കരുതുന്നുണ്ട്. കൊല്ലത്ത് 6ഉം പത്തനംതിട്ടയിൽ 5ഉം ആലപ്പുഴയിൽ 4ഉം സീറ്റുകളാണ് പ്രതീക്ഷാ പട്ടികയിലുള്ളത്. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ രാഷ്ട്രീയ ആരോപണങ്ങൾ മൂർച്ഛിക്കുകയാണ്. CPM-ഉം BJP-യും തമ്മിൽ രഹസ്യ ധാരണയുണ്ടെന്ന ഗുരുതരമായ ആരോപണം കെ മുരളീധരൻ ഉയർത്തുന്നുണ്ട്. V ശിവൻകുട്ടി, ശ്രീലേഖ തുടങ്ങിയ പ്രമുഖർ ചില മണ്ഡലങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നത് ഈ അന്തർധാരയുടെ തെളിവായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP-ക്ക് വഴിമാറിക്കൊടുത്തതുപോലെ ചില നിയമസഭാ സീറ്റുകളിലും ഇത്തരം വോട്ട് കച്ചവടങ്ങൾ നടക്കാൻ സാധ്യതയുണ്ടെന്ന് UDF ആരോപിക്കുന്നുണ്ട്. എതിരാളികൾ ഉന്നയിക്കാൻ സാധ്യതയുള്ള പ്രധാന ആയുധം MP-മാരുടെ രാജി തന്നെയായിരിക്കും. ഒരു മിനി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുക്കുന്നത് വോട്ടർമാർക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കുമോ എന്ന ഭയം ഒരു വിഭാഗം നേതാക്കൾക്കുമുണ്ട്. എങ്കിലും കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നത് അണികൾക്കിടയിൽ വലിയ ആവേശം സൃഷ്ടിച്ചിട്ടുണ്ട്. VD സതീശന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കിടയിൽ നല്ല സ്വീകാര്യത നേടിയിട്ടുണ്ടെന്നും സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്കങ്ങൾ പരിഹരിച്ച് ഒറ്റക്കെട്ടായി നീങ്ങിയാൽ UDF-ന് ഭരണം പിടിക്കാമെന്നുമാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. ബൂത്ത് തല പുനഃസംഘടനയും വരാനിരിക്കുന്ന UDF ജാഥയും പാർട്ടിയെ കൂടുതൽ സജീവമാക്കും. ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തും സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തിയും UDF മുന്നേറുമ്പോൾ സ്ഥാനാർത്ഥി നിർണയം സുതാര്യമായി പൂർത്തിയാക്കുക എന്നതാണ് നേതൃത്വത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ ദൗത്യം. MP-മാരുടെ കാര്യത്തിൽ ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുന്ന നിർണായക ഘടകമായിരിക്കും.